സിനിമോസഫിയിലേക്ക് സ്വാഗതം. ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നാണ്. പക്ഷെ പിന്നീട് വീണ്ടും വീണ്ടും കേട്ടപ്പോൾ ചിലത് കിട്ടി. ചന്ദ്ര ആരായിരുന്നു എന്നെല്ലാം കൃത്യമായി പറയുന്ന പാട്ടാണ് ലൗകയുടെ പ്രൊമോ സോങ്. മുഹ്സിൻ പരാരി എന്ന എഴുത്തുകാരന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന പാട്ടാണിത്. ഏലിയൻ, സൂപ്പർ ഹീറോ തുടങ്ങി നിരവധി കാര്യങ്ങൾ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജൈക്സ് ബിജോയ് സംഗീതം നൽകിയ ജ്യോതി ന്യൂറാൻ പാടിയ തനി ലോകമുറക്കാരിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതി ന്യൂറാനെ അധികം മലയാളികൾക്കും ട്രോളിലൂടെ മാത്രമേ പരിചയമുണ്ടാവുകയുള്ളൂ. പക്ഷേ അവരുടെ റേഞ്ച് എന്താണെന്ന് അവർ ഈ പാട്ടിലൂടെ തെളിയിച്ചു. ജൈക്സ് ബിജോയിയെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. ഓരോ വർക്കിലും പീക്കിൽ നിന്ന് പീക്കിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യനാണ് ജയ്ക്ക്. ചെയ്യുന്ന വർക്കെല്ലാം ബെഞ്ച് മാർക്കാക്കുന്ന പ്രതിഭ, അതാണ് ജൈക്സ് ബിജോയ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മുരി എന്ന മുഹ്സിൻ പരാരി തന്നെയാണ്. റിതം ഒപ്പിച്ച് എത്ര വൃത്തിക്കാണ് അയാൾ ഈ പാട്ടിലെ വാക്കുകൾ കോർത്തൊരുക്കി വെച്ചിട്ടുള്ളത്. പല ഭാഷകളിലുമുള്ള വാക്കുകളാണ് അനായാസം റിതം ഒപ്പിച്ച് വരികളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഓരോ വരികളും നമുക്ക് വിശദമായി പരിശോധിക്കാം. സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുന്നതാകും ഉചിതം. പാട്ടിൽ സിനിമയുടെ കഥ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് തന്നെ നിറയെ സ്പോയിലേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദാത്തെ നിറന്താളെ എന്ന പരാരിയുടെ പ്രയോഗം മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ളതാണ്. ദാത്ത് എന്ന് വെച്ചാൽ സത്ത, ഉണ്മ എന്നെല്ലാമാണ്. അറബി പദമാണ് ദാത്ത് എന്നത്. ദൈവത്തിന്റെ ദാത്തും ശിഫത്തും എന്നത് പൊതുവെയുള്ള പ്രയോഗമാണ്. ദൈവത്തിന്റെ ഉണ്മയും വിശേഷണവും എന്നാണ് ഈ പ്രയോഗത്തിന്റെ മലയാളം. അതേ ദാത്ത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. നിറന്താളെ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം നിരന്തരമായി ഉള്ളത് എന്നാണ്. അതായത് അനാദിയായ, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ഒന്ന്. അനാദിയായ സത്ത, അതായത് എന്നെന്നും നിലനിൽക്കുന്ന അവസാനമില്ലാത്ത ഒന്ന് എന്നെല്ലാമാണ് ഈ വരിയുടെ അർത്ഥം. പ്രൈമോഡിയൽ സ്പിരിറ്റ് എന്നാണ് ഈ പാട്ടിന്റെ സബ്ടൈറ്റിലിൽ ഈ വരിക്ക് അർത്ഥം നൽകിയിരിക്കുന്നത്. അതായത് അനാദിയായ എനർജി, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത സ്പിരിറ്റ് എന്നെല്ലാം മലയാളീകരിക്കാം. സമാനമായ അർത്ഥം തന്നെയാണ് അടുത്ത വരിയിലും വരുന്നത്. ലോകോരുള്ള മുറന്താളെ എന്ന വരിയുടെ അർത്ഥം ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ചന്ദ്ര എന്ന ക്യാരക്ടർ ലോകത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന, ഒരിക്കലും അവസാനമില്ലാത്ത ഒരാള് എന്നാണ് ഈ വരിയിലൂടെ പരാരി പറയുന്നത്. മാറത്തിൻ നൂരാളെ എന്ന വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഞ്ചിലെ ജീവനായവളെ എന്നാകാം. മാറ് എന്നാൽ നെഞ്ചും ഊരി എന്നാൽ ജീവൻ എന്നുമാണ് അർത്ഥം. ഊരി എന്നാൽ ദേശമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് നെഞ്ചിൽ ദേശമുള്ളവളെ അഥവാ ഹൃദയത്തിൽ നിന്നും വസിക്കുന്നവളെ എന്നും അർത്ഥം നൽകാം. സബ്ടൈറ്റിലിൽ നൽകിയിരിക്കുന്നത് പൾസ് ഓഫ് ആൾ ക്രിയേഷൻ എന്നാണ്. എല്ലാത്തിന്റെയും ഹൃദയത്തുടിപ്പ് എന്ന് മലയാളീകരിക്കാം. കീമേ നമ്മെ മറിച്ചാളെ എന്ന വരിയുടെ അർത്ഥം തല കീഴായി നമ്മളെ മറിച്ചവൾ എന്നാണ്. അനാദിയായ സത്ത, അവൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തുടിപ്പാണ് അവൾ. അവൾ നമ്മളെ തല കീഴായി മറിച്ചു, അഥവാ നമ്മുടെ പെർസെപ്ഷൻ, ചിന്ത എല്ലാം പാടെ മാറ്റിമറിച്ചു എന്നാണ് ആദ്യ സ്റ്റാൻസയുടെ മുഴുവൻ അർത്ഥവും. തനി ലോകമുറക്കാരി എന്നാൽ അവളുടേതായ നിയമങ്ങൾ ഉള്ളവൾ എന്നാണ് അർത്ഥം. നരഭാവന ധിക്കാരി എന്നാൽ മനുഷ്യൻ എന്ന വിശദീകരണത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നവൾ എന്നാണ് അർത്ഥം. അതായത് ഹ്യൂമൻ സ്പീഷ്യസിന് നമ്മൾ നൽകുന്ന എല്ലാ വിശദീകരണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒരുവൾ. ജനനമോ മരണമോ ഇല്ലാത്തൊരുവൾ. എന്നാൽ അവൾ നമ്മൾ മനുഷ്യരെ പോലെ നമുക്കിടയിൽ തന്നെ കഴിയുന്നവളാണ്. പക്ഷേ മനുഷ്യൻ എന്ന ഭാവനയെ തന്നെ പൊളിച്ചെഴുതുന്നവളാണ്. പരലോകക്കാരി, വീണ ഭൂവിനുടയാളി. അതായത് അവൾ മറ്റൊരു ലോകത്ത് നിന്നുള്ളവളാണ്. എന്നാൽ അവൾ എത്തിയ ഈ ലോകത്തിന്റെ ഉടയാളി അവളാണ്. അവളാണ് ഈ ലോകം ഭരിക്കുന്നത്. നമ്മൾ മനുഷ്യർക്കിടയിൽ പാർക്കുന്ന മനുഷ്യനല്ലാത്ത ഒരുവൾ. അവൾ മറ്റൊരു ലോകത്ത് നിന്നുള്ളവളാണ്. അവളാണ് ഈ ഭൂമിയുടെ അവകാശി എന്നാണ് ഈ സ്റ്റാൻസയുടെ പൂർണ്ണമായ അർത്ഥം. ഉലകത്തിൻ അമരത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിന് തുഞ്ചത്ത്, അറ്റത്ത് എന്നെല്ലാം മലയാളീകരിക്കാം. തലവത്തി തരമുത്തെ എന്നാൽ തലവത്തി എന്നാൽ ക്യാപ്റ്റൻ എന്നാണ് അർത്ഥം. തര എന്നാൽ അതിശയാർത്ഥത്തിൽ ഒരു നാമത്തോടൊപ്പമോ വിശേഷണത്തോടൊപ്പമോ ചേർക്കുന്ന പദമാണ്. പ്രിയതരം, പ്രിയതരൻ ഒക്കെ ഉദാഹരണം. അതായത് അവളുടെ ക്യാപ്റ്റൻസിയെ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. അവളെ അനുസരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആ പദം പരാരി ഉപയോഗിച്ചിട്ടുള്ളത്.
കൊടി നീ നട്ടാൽ പിളർന്ന ലോകമൊന്നായേ. അതായത് നീ നിന്റെ പതാക സ്ഥാപിച്ചാൽ പിളർന്നു നിൽക്കുന്ന ലോകം ഒന്നായി നിന്റെ പിറകെ അണിനിരക്കും. അതുവരെ പല പല വിഭാഗങ്ങളായി വിഭജിച്ചു നിന്ന ഈ ലോകം അവളുടെ ഐഡന്റിറ്റി വെളിവാക്കുന്നതോടെ ഒന്നായി അവൾക്കൊപ്പം നിൽക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ ഒരു കപ്പലായാണ് പരാരി ഇമാജിൻ ചെയ്യുന്നത്. ആ കപ്പലിന്റെ അമരത്തിൽ നിൽക്കുന്നത് അവളാണ്. അമരം എന്നാൽ കപ്പലിന്റെ പിൻഭാഗമാണ്. വലിയ കപ്പലുകളുടെ ക്യാപ്റ്റൻസ് ക്യാബിൻ കപ്പലിന്റെ പുറകുവശത്താണ് ഉണ്ടാകുക. അവിടെ അവളുടെ കൊടി നാട്ടിയിട്ടുണ്ട്. അവളാണ് കപ്പലിലുള്ള നമ്മെ നയിക്കുന്നത്. നമ്മുടെ കപ്പിത്താൻ അവളാണ് എന്നെല്ലാമാണ് ഈ സ്റ്റാൻസയുടെ അർത്ഥം. ഇനിയാണ് ഈ പാട്ടിലെ എന്റെ പ്രിയപ്പെട്ട ഭാഗം വരുന്നത്. ആലത്തിൻ സെന്റർ. ആലം എന്നത് അറബി പദമാണ്. പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നെല്ലാമാണ് ഈ പദത്തിന് അർത്ഥം. യൂണിവേഴ്സിന്റെ കേന്ദ്രം അവളാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഇത് രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, നേരിട്ടുള്ള അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം നീലി അല്ലെങ്കിൽ ചന്ദ്രയാണ് എന്നത്. രണ്ടാമത്തേത് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കേന്ദ്രം ചന്ദ്രയാണ് എന്ന തരത്തിൽ. വരുന്ന 5 പാർട്ടുകളിലും ചന്ദ്രയെ ചുറ്റിപ്പറ്റിയാകും കഥ പറയുക. തനിയാളത്തി കലണ്ടർ. തനിയാളത്തി എന്നാൽ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നവൾ, ഒറ്റയ്ക്കെല്ലാം നേരിടുന്നവൾ എന്നെല്ലാം മലയാളീകരിക്കാം. കലണ്ടർ എന്നാൽ ഒരു മിസ്റ്റിക് വേർഡാണ്. ലൗകികമായ എല്ലാ ആസക്തികളും ത്യജിച്ചവർക്കാണ് കലണ്ടർ എന്ന് പറയുക. ഇതൊരു സൂഫി പ്രയോഗമാണ്. സെൽഫ്ലെസ് ആയിട്ടുള്ള എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചവർക്കാണ് കലണ്ടർ എന്ന് പറയുക. ഇവിടെ ചന്ദ്രക്ക് ആ വിശേഷണം എങ്ങനെ ചേരുന്നു എന്ന് നോക്കാം. ഒന്നാമത്, അവൾ മനുഷ്യനല്ല. മനുഷ്യന് ഉണ്ടാകേണ്ടുന്നതായ ഒരുവിധ ആസക്തികളും ഇല്ലാത്തവളാണ് ചന്ദ്ര. മരണമില്ലാത്ത അനേകം നൂറ്റാണ്ടുകളായി പല ഐഡന്റിറ്റിയിൽ കഴിയുന്നവൾ അവളാണ് കലണ്ടർ. സെൽഫ്ലെസ് ആയി അലയുന്നവൾ. ആപത്തിന് മെന്റർ എന്നാൽ ഒരു സൂപ്പർ ഹീറോ വിശേഷണമാണ്. ഒരു അപകടമുണ്ടായാൽ അവിടെ പറന്നെത്തുന്ന അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ടവർ വിളിച്ചാൽ ഉടനെ എത്തുന്ന ഒരുവൾ, അതാണ് ചന്ദ്ര. തരമാകാത്ത സറണ്ടർ എന്നാൽ ഒരു തരത്തിലും കീഴടങ്ങാത്തവളാണ് എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിന് കേന്ദ്രമായവൾ, നൂറ്റാണ്ടുകളായി തനിയെ അലയുന്നവൾ, വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്നവൾ, ഒരു തരത്തിലും കീഴടങ്ങാത്തവൾ എന്നെല്ലാമാണ് ഈ സ്റ്റാൻസയുടെ പൂർണ്ണാർത്ഥം. ചന്ദ്രയുടെ വിശേഷണമാണ് ഈ സ്റ്റാൻസ. എത്തിയോളെ എന്നാൽ ഈ ഭൂമിയിലേക്ക് വന്നവളെ എന്നാണ് അർത്ഥം. കംഫോർത്ത് എന്നാണ് സബ് ടൈറ്റിലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രത്യക്ഷപ്പെട്ടവൾ എന്ന്. മുറിവാറു മാരുണിയാടെ എന്നാൽ മുറി എന്നാൽ മുറിവ് എന്നാണ് അർത്ഥം. വാറ് എന്നാൽ പാട്, കല എന്നെല്ലാമാണ് അർത്ഥം. മുറിവാറ് എന്നാൽ മുറിവിന്റെ കല. ആ കല മാറുന്നവരെ നീ നൃത്തം ചെയ്യൂ എന്നാണ് ഈ വരിയുടെ അർത്ഥം. തിര തേരായി എന്നാൽ തിരയെ വാഹനമാക്കി എന്ന് മലയാളീകരിക്കാം. പേമാരി പടയെ പങ്ക എന്നാൽ പേമാരിയെ പടപൊരുതലിൽ പങ്കാളിയാക്കി എന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. മലയാളത്തിൽ കൊടുത്ത വരിയിൽ പേമാരി പട ഒരു വാക്കായാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പാടുന്നതും സബ് ടൈറ്റിലിൽ നൽകിയിരിക്കുന്നതും 2 വാക്കായാണ്. എന്തായാലും തടസ്സങ്ങളെ വകഞ്ഞു മാറ്റുന്ന ചന്ദ്രയുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന വരികളാണ് ഇത്. ഭീകരമായ തിര, കൊടുങ്കാറ്റോട് കൂടിയുള്ള മഴ, ഇതെല്ലാം ഭൂമിയിലെ ഏറ്റവും വലിയ തടസ്സങ്ങളാണ്. അതിനെയെല്ലാം മെരുക്കാൻ കരുത്തുള്ളവളാണ് ചന്ദ്ര എന്നതാണ് ഈ വരികളുടെ അർത്ഥം. കണ്ണാടി ചിക്കണവാളെ എന്നാൽ കണ്ണ് എന്നാൽ നമ്മുടെ കണ്ണും, ആഴി എന്നാൽ കടലും എന്നാണ് അർത്ഥം. കാഴ്ചയുടെ കടൽ എന്നെല്ലാം മലയാളീകരിക്കാം. ആ കടലിനെ പിളർക്കാൻ പോലും മൂർച്ചയുള്ള വാളാണ് അവൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം. ചിരി മാധുര തികവാളെ എന്നാൽ മധുരത്തിന്റെ പൂർണ്ണാർത്ഥമാണ് അവളുടെ ചിരി എന്ന് അർത്ഥം വെക്കാം. അതികായാത്തി എന്നാൽ വലിയ ശരീരമുള്ളവൾ എന്നാണ് അർത്ഥം. എല്ലാ ശക്തിയും ഉള്ളവൾ എന്നും അർത്ഥം വെക്കാം. അമരാത്തി എന്നാൽ മരണമില്ലാത്തവൾ എന്നാണ് അർത്ഥം. പടകൂടാൻ വാ എന്നാൽ ഞങ്ങളോടൊപ്പം പോരാടാൻ വരൂ എന്ന് അർത്ഥം. ഇതാണ് തനി ലോകം മുറക്കാരി എന്ന പാട്ടിലെ മലയാളം വരികളുടെ അർത്ഥം. ഒരുപക്ഷെ അർത്ഥം വെച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അത്രയും കടുകട്ടിയാണ് പരാരിയുടെ എഴുത്ത്. എന്തായാലും ഈ ചെങ്ങായിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എജാതി വരികളാണ് പടച്ചുവിടുന്നത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് പരാരിയുടെ വരികളെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഫിലോസഫി, ഐഡിയോളജിയൊക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാട്ടുകളുടെ ആസ്വാദനവും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.